അപ്പോൾ ഇൻഡോർ പ്ലാന്റിൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഫേൺ വെറൈറ്റീസ് അല്ലേ. അപ്പോൾ ഫേൺ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കെയർ അധികം കൊടുത്താൽ ചട്ടി കാണാതെ തിങ്ങി നിറഞ്ഞ് ഈ ഒരു ഫേൺ നിൽക്കും എന്നുള്ളതാണ്. നല്ല പച്ചപ്പും അതേപോലെ തന്നെ ഇലകളൊക്കെ ദീർഘകാലം നമുക്ക് നല്ല പച്ചപ്പോട് കൂടിയിട്ട് നിൽക്കും അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നുറുങ്ങ ടിപ്സുകൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നുണ്ട്. നല്ലൊരു മാജിക് ലിക്വിഡ് ഫെർട്ടിലൈസർ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ഈ ഒരു ചെടി വളർന്നു വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫെർട്ടിലൈസർ സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കുന്നതിൻ്റെ മുമ്പായിട്ട് എല്ലാവരും മറന്നു പോകുന്നൊരു കാര്യമാണ് ഒരു ലൈക്ക് തരാനായിട്ട്. അപ്പോൾ ഒരു ലൈക്ക് തരാനായിട്ട് മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഉറപ്പുവരുത്താനും മറന്നു പോകരുതേ. അപ്പോൾ എപ്പോഴും നല്ല പച്ചപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു 50 ഗ്രാം സോയാ ചങ്ക്സ് അല്ലെങ്കിൽ സോയാബീൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ബോൾ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു സോയാ ചങ്ക്സ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കുറച്ചധികം വെള്ളം കിട്ടും അല്ലേ. ഈ ഒരു വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 ദിവസം അതേപോലെ അവിടെ എടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് പുളിച്ച് കിട്ടും. അതേപോലെ തന്നെ നല്ല കട്ടിയുള്ളൊരു വെള്ളമായിട്ട് മാറുകയും ചെയ്യും. ഇത് നമുക്ക് ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലാ ഇൻഡോർ പ്ലാന്റുകൾക്കും ഒഴിച്ചു കൊടുക്കാം. യാതൊരുവിധ സ്മെല്ലുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒരു കാര്യമില്ല. അപ്പം നനയ്ക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്തു കൊടുക്കാമെങ്കിൽ വളരെയധികം നല്ല റിസൾട്ടാണ് കേട്ടോ. ഫ്ലവറിങ് പ്ലാന്റിനും ഇത് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പം അതേപോലത്തെ ഫേൺ പോലുള്ളതിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പോട്ടിൽ നന്നായിട്ട് എല്ലാ മൈക്രോ ന്യൂട്രിയൻസും നിലനിർത്താനും പറ്റും. നല്ലൊരു തണുപ്പും കൂടി ഈ ഒരു പോട്ടിന് കിട്ടും കേട്ടോ. ഈ ഒരു ചെടി നന്നായിട്ട് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴൊക്കെ മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുന്ന സമയമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ പുറത്തേക്ക് ഇറക്കി വെക്കുക. ഈ പറഞ്ഞ വളം നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഇലയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ദിവസവും 2 പ്രാവശ്യം നനച്ചു കൊടുക്കാമെങ്കിൽ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ പെട്ടെന്ന് വെള്ളം ഡ്രെയിൻ ഔട്ടായി പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സുകൾ ഉപയോഗിക്കുക. കരിയില കമ്പോസ്റ്റ് ചാണകപ്പൊടി വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തൂമ്പ് ഭാഗത്താവാത്ത രീതിയിൽ നമുക്ക് ചൂട്ടെന്ന് കുറച്ച് മാറ്റിയിട്ട് ഇട്ട് കൊടുത്താൽ നിറച്ച് നമുക്ക് ചട്ടിയിൽ തിങ്ങി നിറഞ്ഞിട്ട് ഈ ഒരു പ്ലാന്റ് വരുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫേൺ വെറൈറ്റീസിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മഴയൊക്കെ ഇടയ്ക്ക് പെയ്യുന്ന സമയമുണ്ടെങ്കിൽ ഒരു 2, 3, 4, 5 ദിവസം മഴ ഒളിച്ചാൽ നല്ലതാണ്. നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ഈ ഒരു ഫേണിനെ വെക്കുക. ഇരുണ്ട വെളിച്ചം ഇഷ്ടപ്പെടാത്തൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെക്കുക. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് നമുക്ക് കുറച്ചൊരു 8 മണി വരെ ഒക്കെയുള്ള വെളിച്ചം ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടാൽ കുഴപ്പമില്ല. നല്ല കഠിനമായ ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടാൽ ഇതിൻ്റെ ഇലയൊക്കെ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വെള്ളം ഒഴിക്കുന്നത് രാവിലെയും വൈകുന്നേരം ഒഴിക്കുക. അതന്നെ പെട്ടെന്ന് നല്ല നീർവാഴ്ചയുള്ള പോട്ടി മിക്സ് നമ്മൾ മുന്നത്തെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ എങ്ങനെയാണ് നടുന്നതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് ഇതേപോലെ ഒരു പോട്ടിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഫേണൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് മദർ പ്ലാന്റുകളിൽ നിന്ന് നമ്മൾ ശ്രദ്ധാപൂർവം നമുക്ക് മറ്റേ ചെറിയ ബേബി പ്ലാന്റുകൾ അടർത്തി മാറ്റിയിട്ട് നട്ട് നമുക്ക് പുതിയ പോട്ടി മിക്സിൽ നട്ട് നമുക്ക് വളർത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ സെപ്പറേറ്റ് വേണമെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ എപ്പോഴും ലൈക്ക് തരാൻ മറന്നുപോയൊരു ലൈക്ക് കൂടി തന്നേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവർക്കും ഒരു ഷെയർ കൂടിയും ചെയ്ത് കൊടുത്തേക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് കൂടി എഴുതി ചോദിക്കുക കേട്ടോ. അപ്പോൾ നല്ല കണ്ടൻറ്റും നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് എല്ലാവരോടും വിട ചോദിക്കട്ടെ. ബൈ ബൈ.